മന്ത്രം കൊണ്ട് നേടാനാവാത്തത് തന്ത്രം കൊണ്ട് നേടണം. എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കുറച്ച് ഓവറല്ലേ? ഒയ്യോ, കുറച്ച് ഓവറായില്ല. ആൾക്കാരെ ശ്രദ്ധിക്കൂ. ഇതിനാണ് കറക്റ്റ് പട്ടി ഷോ എന്ന് പറയും. പിന്നെ അല്ലാതെ നിങ്ങൾ ഇപ്പൊ കാണിക്കുന്ന ഈ ആവേശമുണ്ടല്ലോ, ഇത് അവസാന നിമിഷം വരെ വേണം. ഗോഡ് ബ്ലസ് യു. അതൊക്കെ പോട്ടെ, കാര്യത്തിലേക്ക് കിടക്കാം. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ? പിഷാരടിയെ കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ജനത്തിനോടാണ് പറഞ്ഞത്. ഇതൊരു കോൺട്രവേഴ്സി ആക്കി അഖിൽ മാരാർ വേഴ്സസ് രമേഷ് പിഷാരടി എന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. നുണയെ പറയൂ. എന്നെ പറ്റി പറയുന്ന ചില നുണകൾ കേട്ടാ നീ ഞെട്ടിപ്പോ. അപ്പൊ പിഷാരടി മത്സരിക്കാൻ പോകുമ്പോൾ പിഷാരടി എന്ന് പറയുന്ന പിഷാരടി എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് കൊടുക്കേണ്ടത്? ഞാൻ എന്റെ ജോലി ചെയ്തോട്ടെ, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക. വെറുതെ ഇങ്ങോട്ട് ചൊറിഞ്ഞു കയറി മാന്ത് വാങ്ങി പോവല്ലേ. പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട് അയാൾ കോമഡി പറയാൻ വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം? അല്ല. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഞാനിവിടെ നിങ്ങൾ പറയുന്നത് പോലെ തോൽക്കുമെന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ സധൈര്യം വന്ന് മത്സരിക്കാൻ തയ്യാറാവുകയാണ്. മറ്റൊരാൾ സ്വന്തം ജീവിതം സുരക്ഷിതമാക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് പോവുകയാണ്. രണ്ടുപേരുടെ ഇന്റൻഷൻ രണ്ടാണ്. മിസ്റ്റർ തോമിച്ചൻ, എന്തോ ഒരുപാട് നേരമായി ചൊറിയുന്നു. അപ്പം ഏതോ ഒരു ഓൺലൈൻ ചാനലിൽ ഞാൻ എന്നോട് ചോദിക്കുകയാണ്, അഖിലേട്ടൻ എന്താണ് യോഗ്യത? അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചതാണ്, പിഷാരടിക്ക് എന്താണ് യോഗ്യത? അതെ, ഇപ്പൊ തുടക്കം മുതൽ റോങ് അടിക്കുകയാണ് ചേട്ടാ. ഞാൻ പറയട്ടോ, ഇപ്പൊ കുറച്ചു നേരം റോങ് അടിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒന്ന് തന്നെയാണോ നിങ്ങൾ ചിന്തിക്കുക? മറ്റൊരാളെ ബാധിക്കുമോ? രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. ഉപദേശവും രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടെന്ന് പറയും. എന്റെ തീരുമാനം, എന്റെ ചിന്ത, എന്റെ പ്രവൃത്തി വേറൊരാളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുമോ? പിഷാരടിയെ കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ജനത്തിനോടാണ് പറഞ്ഞത്. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. അയാൾ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ വന്നിരുന്നിട്ട് കോൺഗ്രസിന്റെ വേദിയിൽ വന്ന് പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ ഒരു സഹയാത്രിക എന്ന നിലയിൽ പുള്ളിയെ അവിടെ മത്സരിപ്പിക്കുന്നു. അല്ലാതെ പുള്ളി നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടാണ്? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഞാൻ പോകുന്നു. ബൈ ബൈ.